നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. പള്ളികളിലടക്കം പ്രതിഷേധ യോഗങ്ങളും ജാഥകളും നടത്തി. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 11 kV അടക്കമുള്ള ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് പതിവെന്ന് പരാതി. പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ 26ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്നാരോപിച്ച് CPIയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. പള്ളികളിലടക്കം പ്രതിഷേധ യോഗങ്ങളും ജാഥകളും നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ പോൾ തെക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡെറിൻ അരിമ്പൂർ, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, സിസ്റ്റർ ടിജി, സിസ്റ്റർ ജിത, സിസ്റ്റർ ജെസി, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, അൽജോ പുളിക്കൻ, ഷാജു അങ്കമാലി, ജോബി വെണ്ണാട്ടുപറമ്പിൽ, ജയൻ തെക്കുംപുറം, ജോഷി പൊന്തോക്കൻ, ജോബി മധുരക്കറി എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ പ്രതിഷേധം നടത്തി. വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, സിസ്റ്റർ മേരി അംബിക, സിസ്റ്റർ റോസ് ബാസ്റ്റ്യൻ, സെക്രട്ടറി സിജു മഞ്ഞളി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് AF ജോസ്, ഗബ്രിയേൽ ഐനിക്കൽ, കൈകാര്യന്മാരായ മെൽജിൻ വർഗീസ്, സിറിൽ മഞ്ഞളി, ജോയ് ചാലിപ്പാടൻ, CL ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പന്തം കൊളുത്തി പ്രതിഷേധവും നടത്തി. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ആളൂർ പ്രസാദവരനാഥ പള്ളിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ ജംഗ്ഷനിൽ പൊതുയോഗത്തോടുകൂടി സമാപിച്ചു. ഇടവക വികാരി ഫാദർ ലിൻഡോ പനംകുളവും ഡീക്കൻ നിഖിൽ തച്ചുപറമ്പിലും കൈക്കാരന്മാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ആളൂർ ജംഗ്ഷനിൽ കൂടിയ പൊതുയോഗം ഇരിങ്ങാലക്കുട രൂപത ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ഡയറക്ടർ ഫാദർ നൌജിൻ വിധേയത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സഭാപത്രം മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയ്സൺ വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ആൻസലിൻ ഫ്രാൻസിസ്, ഡീക്കൻ നിഖിൽ തച്ചുപറമ്പിൽ, റോയ് ജെ കളത്തിങ്കൽ, സ്നേഹ ജോബി എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ലിൻഡോ പനംകുളത്തിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KCYM പ്രസിഡന്റ് എഡ്വിൻ ബൈജു, കൈക്കാരന്മാരായ ജോയ് വടക്കേ പീടിക, ബിജോഷ് മേക്കാട്ടുപറമ്പിൽ, ആൻഡ്രു ഉപ്പുംപറമ്പിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, ലിജോ കണ്ണൻകുന്നി, ഇടവക KCYM സംഘടന എന്നിവർ നേതൃത്വം നൽകി. പോസ്റ്ററുകളും പ്ലക്കാർഡുകളും ഏന്തി ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളുമായി പന്തം കൊളുത്തി പ്രതിഷേധ റാലിയും ഉണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ കിഴക്കേ കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളിയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. യോഗത്തിൽ വികാരി ഫാദർ ജോയി കൊള്ളന്നൂർ, ഫാദർ ജെയ്സൺ പുതുപ്പള്ളിൽ, ഫാദർ തോമസ് എടയാൽ, സിസ്റ്റർ മേബിൾ, റിക്സൺ കളപ്പുര, അഡ്വക്കേറ്റ് ബീന, ഗോഡ്വിൻ എന്നിവർ പ്രസംഗിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ധാരാളം വായിക്കുകയും TVയിലും അതുപോലുള്ള മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ പശ്ചാത്തലങ്ങളെ ഒന്നും നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. എന്നെക്കാൾ കൂടുതൽ പക്ഷേ ഈ വിഷയം പഠിച്ചവര്, അറിഞ്ഞിട്ടുള്ളവര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ധാരാളം വായിച്ചു കേട്ടു, ധാരാളം പറഞ്ഞു കേട്ടു, ചർച്ചകൾ TVയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ഷിജോ ഞെരിഞ്ഞംപിള്ളി, ഡേവിസ് അക്കര, പി ഗോപാലകൃഷ്ണൻ, ജോളി, ഷൈൻ പൈപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി AG രാധാമണി ഉദ്ഘാടനം ചെയ്തു. സരിത രാജേഷ്, അമ്പിളി സോമൻ, അശ്വതി VB, സുമ ഷാജു, ടെസി ഫ്രാൻസിസ്, അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 11 kV അടക്കമുള്ള ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് ഇവിടെ നിത്യസംഭവമാണ്. ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന, നായാട്ടുകുണ്ട് മലയോര ഗ്രാമങ്ങളിലേക്കും വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നു പോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏത് സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നത് മൂലം പലപ്പോഴും ചൊക്കനത്തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായ ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണ് രാത്രിയിൽ കറന്റ് പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നുണ്ട്. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതിയില്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ശാസ്താംപൂ ഉന്നതി, കാരിക്കടവ് ഉന്നതി, ചൊക്കന, കാരിക്കടവ്, നായാട്ടുണ്ടി പ്രദേശത്തെ ജനങ്ങൾ ഈ ലൈനാണ് ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളിലൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KSEB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായില്ല. മരം വീണ് കമ്പികൾ പൊട്ടുന്നത് പോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന, കാരിക്കടവ്, ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് നാട്ടുകാർ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഇനി കാണാം സ്പോർട് റിപ്പോർട്ടർ. പുതുക്കാട് പഞ്ചായത്ത് 6, 11 വാർഡുകൾ ഉൾപ്പെട്ട പുതുക്കാട് മുപ്ലിം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. ജൽ ജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. പുതുക്കാട് മുപ്ലിം റോഡിലൂടെയുള്ള യാത്ര നടുപൊടിക്കുന്ന യാത്രയാണ്. മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. 20 വർഷത്തിലേറെയായി ഈ റോഡിൽ ടാറിംഗ് നടത്തിയിട്ട്. വല്ലപ്പോഴും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്രയും കാലം റോഡിനെ സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയത്. എന്നാൽ 1 വർഷം മുൻപ് ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. പൈപ്പിടൽ പ്രവൃത്തികൾ ചെങ്ങാലൂർ ശാന്തിനഗർ വരെ എത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. പദ്ധതിക്കായി എത്തിച്ച പൈപ്പുകൾ ചെങ്ങാലൂർ 2ാം കല്ലിനും ശാന്തിനഗറിനുമിടയിൽ റോഡരികിൽ കാട് കയറി കിടക്കുന്നതും കാണാം. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കൂടാതെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന പാതയാണിത്. മറവാഞ്ചേരി 2ാം കല്ല് മേഖലയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയും വെള്ളക്കെട്ടുമായി വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ചെളി നിറഞ്ഞ് കാൽനട യാത്രയും ദുഷ്കരമാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ ആഴമറിയാതെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡ് പുതുക്കാട് മുപ്ലിം റോഡിന് എന്നും അവഗണന മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട്, അതായത് 20 വർഷത്തിൽ മേലെയായി ഈ ഒരു ഫുൾ ടാറിങ് ചെയ്തിട്ട്. ഇപ്പോൾ
കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് സൈഡ് പൊളിച്ചിട്ടുള്ളത്. ആ കാന ഇതുവരെ മൂടാനോ ഇപ്പോൾ വലിയ വൻ കുഴികളും ഗർത്തങ്ങളായിട്ട് ഈ റോഡ് മാറിയിരിക്കുക. ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കിഫ്ബി ഫണ്ട് വകയിരുത്തി റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നടപടികൾ വൈകുന്നതിൽ യാത്രക്കാർക്ക് അമർഷമുണ്ട്. റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന MLAയുടെ വാഗ്ദാനം പാഴ്വാക്കായി മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഏറ്റവും മോശപ്പെട്ട ഒരു റോഡായിട്ടാണ് പുതുക്കാട് മുപ്പയ്യ റോഡ് കാണുന്നത്. നമുക്കറിയാം, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് പുതുക്കാട് മുപ്പയ്യ റോഡ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഈ മുപ്പയ്യ റോഡിൻ്റെ വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ സർവകക്ഷി യോഗം വിളിക്കുകയും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീതി കൂട്ടത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള പദ്ധതിക്ക് തുടക്കം ഇരിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാനോ റോഡ് വീതി കൂട്ടത്തിന് ആവശ്യമായ നടപടികൾ MLAയുടെ ഭാഗത്തു നിന്നോ അതില്ലെങ്കിൽ അതിൻ്റെ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ആ അപകടം പോലും വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെടുന്നുള്ള ഒരു സൂചനയാണ്. പല ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശത്തും കാട് കയറി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മഴ വിട്ടുമാറാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ദിവസങ്ങളായി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ്. മഴയിൽ കുഴികളിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറി. വലിയ അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ആമ്പലൂർ യൂണിറ്റിന്റെ 26ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജീവൻ കരോട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ, ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പിൽ, ജില്ലാ ട്രഷറർ KC ജോർജൻ, ജില്ലാ ട്രെയിനിംഗ് AC ഡേവിസ്, യൂണിറ്റ് ട്രഷറർ VK അനിൽ, യൂണിറ്റ് സെക്രട്ടറി KK മോഹനൻ, ജോയിന്റ് സെക്രട്ടറി സജി മാമ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് 26ാമത് വാർഷിക സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ആദ്യമായി നിങ്ങളോരോരുത്തരോടും നന്ദി പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ വർക്ക്ഷോപ്പുകൾക്ക് കിട്ടുന്ന ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അത് ഷോറൂം സർവീസ് പോലെയുള്ള വർക്ക്ഷോപ്പുകൾക്കാണ്. നമ്മളൊക്കെ ഒരു ചെറുകിട സാധാരണ ചെറുകിട വർക്ക്ഷോപ്പുകാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വലിയ അതുപോലെ തന്നെ ഒന്ന് വീണ നേരത്തെ കൈ ഒടിഞ്ഞ കൈയായിരുന്നു. അതൊന്നും കൂടി ബുദ്ധിമുട്ടിലായി. ആൾക്ക് ഹോസ്പിറ്റലൈസറാണ്. അതുകൊണ്ടാണ് അതൊന്നും സജ്ജീകരണമാകാതിരുന്നത്. അപ്പോൾ വീണോട് പറയാൻ വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളോ. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്നാരോപിച്ച് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പലൂരിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യകമ്മി സംസ്ഥാനമായ കേരളത്തിൽ ഓണം പോലെയുള്ള വിശേഷാവസരത്തിൽ പൊതുവിപണിയിൽ അരിവില കുതിച്ചുയരുന്നത് തടയാൻ മുൻഗണനേതര വിഭാഗങ്ങൾക്കും കഴിയുന്നത്ര അളവിൽ സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര ഭക്ഷ്യവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ച ഭക്ഷ്യമന്ത്രി GR അനിലിന് പക്ഷേ ലഭിച്ച മറുപടി തികച്ചും നിഷേധാത്മകമായിരുന്നു. ഇത് മലയാളികൾ തിരിച്ചറിയുമെന്ന് VS പ്രിൻസ് പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK വിനീഷ്, VR സുരേഷ്, TK ഗോപി, കേരള മഹിളാ സംഘം സെക്രട്ടറി രാജി രാജൻ, AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ്, AISF ദേശീയ കൗൺസിൽ അംഗം അലൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. എന്നാലേ പുതിയ സാമ്പത്തിക നയം അനുസരിച്ചുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അവര് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന ഒരു സർക്കാരായി മാറിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ന്യായവില ഷോപ്പുകളെല്ലാം അവസാനിപ്പിക്കുകയും
പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചാരനിറത്തിലുള്ള എല്ലാ കാർഡുകളും എല്ലാം മാറ്റിവെച്ച് നീലക്കാർഡായി, അല്ലേ, ചുവപ്പക്കാർഡായി, മഞ്ഞക്കാർഡായി, അങ്ങനെ പലതരത്തിൽ ആളുകളെ തട്ടുതട്ടായി തിരിച്ച് ആളുകളെ പിന്നെ ഈ റേഷൻ എന്ന് പറയുന്ന ന്യായവില എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തി ഒരു പുതിയ സമ്പ്രദായം കേരളത്തിൽ ഉണ്ടാക്കിയത്. ഓണത്തിന് കേരളത്തിനുള്ള അരിവിഹിതം കേന്ദ്രം നിഷേധിച്ചുവെന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ CPI ആളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ സെന്ററിൽ പ്രതിഷേധയോഗം സംഘടിപ്പിച്ചു. CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CPI ആളൂർ മണ്ഡലം പ്രസിഡന്റ് TC അർജുനൻ അധ്യക്ഷത വഹിച്ചു. ദിബിൻ പാപ്പച്ചൻ, ജിഷ ബാബു എന്നിവർ പ്രസംഗിച്ചു. സന്തോഷ് കുമാർ ഉൾപ്പെടെ കേന്ദ്രത്തിന്റെ ഭക്ഷ്യവിതരണം കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ അരികിലേക്ക് ചെല്ലുന്നു. അതൊരു സാധാരണ കാര്യം, ഒരു ഉണർത്ത്, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ആവശ്യത്തെ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സമീപനം നടത്തുക സാധാരണ ചെയ്യുന്ന കാര്യമാണ്. ഒന്നും ആലോചിക്കാതെ കേന്ദ്രമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായി ഓണക്കാലത്ത് അരി തരാൻ കഴിയില്ല എന്ന്. റേഷൻ കടകളിൽ പോകാത്ത മനുഷ്യരൊന്നും ഈ മലയാളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ മദ്യക്കുപ്പികൾ തിരികെ ശേഖരിക്കുന്നതിന് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. തമിഴ്നാട്ടിലെ മാതൃക പിന്തുടർന്ന് ഗ്ലാസ്, പ്ലാസ്റ്റിക് കുപ്പികളിൽ മദ്യം വാങ്ങുന്നവരിൽ നിന്നും 20 രൂപ അധികം ഈടാക്കുന്ന ഡെപ്പോസിറ്റ് പദ്ധതിയാണ് വെബ്കോയിൽ നടപ്പാക്കുകയെന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. കുപ്പി തിരികെ നൽകിയാൽ ഈ തുക തിരികെ ലഭിക്കും. വെബ്കോ സ്റ്റിക്കർ പതിച്ച കുപ്പികൾ ആരു തിരികെ കൊണ്ടുവന്നാലും 20 രൂപ നൽകും. വാങ്ങിയ ആൾ തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ലെന്നും മന്ത്രി അറിയിച്ചു. വെബ്കോ സ്റ്റിക്കർ വ്യക്തമാകുന്ന നിലയിലായിരിക്കണം കുപ്പി തിരികെ എത്തിക്കേണ്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള വെബ്കോയുടെ പുതിയ ചുവടുവയ്പ്പാണിതെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. മാനസികാസ്വാസ്ഥ്യമുള്ളയാളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. പുല്ലൂർ തുറവൻകാട് സ്വദേശികളായ തെക്കൂട്ട് വീട്ടിൽ 38 വയസ്സുള്ള സനീഷ്, മരോട്ടിച്ചോട്ടിൽ വീട്ടിൽ 35 വയസ്സുള്ള അബിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 29-നായിരുന്നു സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ളയാൾ റോഡിലൂടെ അസഭ്യം പറഞ്ഞ് പോകുന്നത് കണ്ട് സനീഷ് ചോദ്യം ചെയ്യുകയും ഇരുവരും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. സനീഷ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. അബിത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലും മദ്യലഹരിയിൽ മറ്റൊരാളുടെ ജീവന് അപകടം വരത്തക്ക വിധം അശ്രദ്ധമായി വാഹനമോടിച്ച കേസിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർമാരായ പ്രീജു, സോജൻ, റാഫി, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത്, രഞ്ജിത്ത്, അൻവറുദ്ദീൻ, ഗോപകുമാർ, സതീഷ്, അഭിലാഷ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംഗീതജ്ഞനുമായ AM അമൽകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CG രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ PS ഉഷ അമൽകൃഷ്ണയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രോഗ്രാം ഇൻചാർജ് KU നീലിമ, ആർട്സ് ക്യാപ്റ്റൻ TD അവന്തിക, ട്രസ്റ്റ് സെക്രട്ടറി EN ശശി, ട്രഷറർ KU ദിവ്യപ്രകാശൻ, ജോയിന്റ് സെക്രട്ടറി OC വിജയൻ, വൈസ് പ്രിൻസിപ്പൽ VR അനു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഭാരതീയ മസ്ദൂർ സംഘിന്റെ 70ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി BMS കൊടകര ടൗൺ യൂണിറ്റ് കുടുംബസംഗമം നടത്തി. കുടുംബസംഗമം BMS ജില്ലാ വൈസ് പ്രസിഡന്റ് CK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വിപിൻ നാനാട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷാജഹാൻ, BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ, മേഖലാ പ്രസിഡന്റ് ശ്രീനാഥ്, സെക്രട്ടറി K രാമൻ, BJP നോർത്ത് മേഖലാ ജനറൽ സെക്രട്ടറി ബിപിൻ വട്ടേക്കാട്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രനീഷ് എന്നിവർ പ്രസംഗിച്ചു. കൊളത്തൂക്കാവ് മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിലെ ഇല്ലം നിറ നടത്തി.
ക്ഷേത്രം മേൽശാന്തി നടുവത്തുമന നാരായണൻ നമ്പൂതിരി, ക്ഷേത്രം കഴകം രവി നമ്പീശൻ, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ആധ്യാത്മിക ആചാര്യൻ കൊളത്തൂർ പുരുഷോത്തമൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. LSS, USS, NMMS സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെ പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശനിയാഴ്ച രാവിലെ 10-ന് തലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9140 രൂപ, പവന് 73,120 രൂപ. കോടാലി കാഞ്ഞിരപ്പറമ്പിൽ മഠം പരേതനായ ചന്ദ്രൻ കർത്താവിൻ്റെ ഭാര്യ പാട്ടത്തിൽ സരോജിനിയമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ഇരിഞ്ഞാലക്കുട ക്രീമിറ്റോറിയത്തിൽ. പറപ്പൂക്കര മുത്തറത്തിക്കര തണ്ടാശ്ശേരി നളിനി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിബീഷ് മകനും അൽഫോൻസ മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം. പള്ളികളിലടക്കം പ്രതിഷേധ യോഗങ്ങളും ജാഥകളും നടത്തി. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. 11 kV അടക്കമുള്ള ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് പതിവെന്ന് പരാതി. പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ആമ്പല്ലൂർ യൂണിറ്റിന്റെ 26ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്നാരോപിച്ച് CPIയുടെ പ്രതിഷേധം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.